ന്യൂസ് മലയാളം പൊളിറ്റിക്കൽ മാസ് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ എടക്കരയിൽ നിന്നാണ് നടക്കുന്നത്. ഇവിടെ മണ്ഡലത്തിൽ ഓരോ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ, ഇതിൻ്റെ പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ മാറി മാറി വരികയായിരുന്നു. പല വിഷയങ്ങൾ, ഇപ്പോൾ വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ മുമ്പ് ചർച്ചയായെങ്കിൽ അതിനുശേഷം പല വിഷയങ്ങൾ വന്നു. പക്ഷേ വീണ്ടും വന്യജീവി ആക്രമണത്തിലേക്ക് ചർച്ച എത്തുന്ന തരത്തിൽ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അനന്തുവിൻ്റെ 15 വയസ്സുകാരനായ അനന്തുവിൻ്റെ അപകടമരണം അതടക്കമുള്ള വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങേയറ്റം ചൂടുപിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യമെടുത്താൽ നമുക്ക് മറ്റൊന്നും പറയാനില്ല, ഏറ്റവും ഗംഭീരരായ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ മറ്റെല്ലാ തളർച്ചയിലും വലിയ ഉണർവോടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തി നിൽക്കുന്നു എന്നതുകൂടിയാണ് നമ്മളിവിടെ കാണുന്ന യാഥാർത്ഥ്യം. ഇന്നലെ പെരുന്നാളിൻ്റെ ഒരു ആലസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. അതിനപ്പുറത്ത് വീണ്ടും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, പ്രത്യേകിച്ച് ഈ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ കൂടുതൽ സജീവമായി ആളുകൾ എത്തുന്നു. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്, പൊളിറ്റിക്കൽ മാസിൽ പങ്കെടുക്കുന്നത് UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിജിൽ മാക്കുറ്റിയും, LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി ഷബീറും, NDA-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുധീഷ് ഉപ്പടയും, TMC-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷഹീദ് റൂമിയുമാണ് പങ്കെടുക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ സംഭവിച്ച വിഷയങ്ങളിൽ മാത്രം, ഞാൻ ആ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഒരു വൈകാരികമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ സംഘർഷഭരിതമായ ഒരു ചർച്ച നമ്മൾ എന്തായാലും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും ഈ ചർച്ചയിലൂടെ പരിഹാരം കാണാനും പറ്റില്ല. പരമാവധി ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക, പരമാവധി ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാവുക, പരമാവധി അവർക്ക് പറയാനുള്ള അവസരം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരു സംഘർഷം നമ്മുടെ ലക്ഷ്യമല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. അത് ചർച്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു ദുരന്തമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചർച്ചകളും ഏതാണ്ട് അതിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യമാണോ നിലമ്പൂരുള്ളത്? ഇവിടെ ഈ വന്യജീവി ആക്രമണമൊക്കെ ഉണ്ടാകുന്നു, തുടർച്ചയായി ഉണ്ടാകുന്നു, അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വന്യജീവി ആക്രമണവുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവമാണോ ഉണ്ടായത്? അത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുമോ? അത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നത് ആദ്യം തന്നെ ഏറ്റവും നന്നായി. നമ്മളെല്ലാം വളരെ ദൗർഭാഗ്യകരമായ ഒരു പിഞ്ചു ബാലൻ്റെ അകാലത്തിലുള്ള വിയോഗത്തിൽ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ അത്തരമൊരു പ്രശ്നം രൂപപ്പെട്ടപ്പോൾ അതിനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രധാനപ്പെട്ട മുന്നണിക്ക് നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഒട്ടും തന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ല. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യേണ്ടത് അടിമുടി രാഷ്ട്രീയമാണ്, മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളാണ്. വഴിക്കടവിലുണ്ടായിട്ടുള്ളത് ഒട്ടും തന്നെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമേ അല്ല. അത് യഥാർത്ഥത്തിൽ ഒരു പന്നിക്കച്ചവടക്കാരൻ, അങ്ങനെ തന്നെ പറയാം, ഒരു പന്നിയിറച്ചി വിൽപ്പനക്കാരൻ, ഒരു സാമൂഹ്യ വിരുദ്ധൻ ചെയ്തിട്ടുള്ള അങ്ങേയറ്റത്തെ തെറ്റായ ഒരു നടപടി. അതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ പ്രശ്നം രൂപപ്പെട്ടപ്പോൾ ഇന്നലെ എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ നേതൃത്വം ആ പ്രശ്നത്തെ കണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം. ആ കുട്ടി ആശുപത്രിയിൽ പ്രവേശിച്ചത് മുതൽ രാത്രി 2 മണി വരെ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഇന്നലെ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നാടകം, അതൊന്നും ഇവിടെ വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല. അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പല ഘട്ടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിനകത്തെ ചർച്ചയെ യഥാർത്ഥത്തിലെ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം, KC വേണുഗോപാലിൻ്റെ പ്രസ്താവന, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നം, യഥാർത്ഥത്തിൽ എന്താണോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ അതല്ലെങ്കിൽ പൊതുവായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം ആകെ ചർച്ച ചെയ്യേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി ഇവിടെ ഇടതുപക്ഷം വോട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേവലം ഒട്ടും തന്നെ നമുക്കാർക്കും ആവശ്യമില്ലാത്ത അനാവസരത്തിലുള്ള ചർച്ചകളെ രൂപപ്പെടുത്തി
ഇവിടെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. റൈറ്റ് ഷബീർ, ഇപ്പോൾ ഞാനപ്പോൾ ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, സ്വാഭാവികമായും അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമൊക്കെ ഇത്തരം ഒരു ദുരന്തത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സങ്കടകരമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ആയി ഇപ്പുറത്തുനിന്ന് വരുന്നതും ഏതാണ്ട് ആ മട്ടിൽ തന്നെയല്ലേ? അതായത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണെന്നുള്ള ദുസൂചന നൽകുന്ന തരത്തിലുള്ള പരാമർശം വനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? അല്ല, ബഹുമാനപ്പെട്ട വനം മന്ത്രി പറഞ്ഞത് ഗൂഢാലോചന എന്നത് ഈ സംഭവത്തെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഗൂഢാലോചന സംശയാസ്പദമാണ്. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന പ്രതി ഇപ്പോൾ UDFന്റെ കോൺഗ്രസിൻ്റെ ശക്തമായ ബന്ധമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഈ പറയുന്ന വിമേഷ് എന്ന് പറയുന്ന ഈ പന്നിക്ക് കെണിവെച്ചയാൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ആദ്യം കോൾ പോയിട്ടുള്ളത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനാണ്. ഈ കോൺഗ്രസ് നേതാവ് ഇവിടെ മത്സരിക്കുന്ന ബഹുമാന്യനായ UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുപ്പക്കാരനായ വഴിക്കടവിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ്. ഈ പ്രശ്നം രൂപപ്പെട്ട അതേ സെക്കൻഡിൽ ഇവർ സോഷ്യൽ മീഡിയ വഴി, അതോടൊപ്പം തന്നെ നിലമ്പൂർ അങ്ങാടിയിൽ ഇന്ന് പകല് ഇവിടെ ഹർത്താലിനുൾപ്പെടെയുള്ള പദ്ധതികൾ തയ്യാറാക്കി വലിയ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത്തരം സംശയത്തിനാസ്പദമായ സംഭവങ്ങൾ രൂപപ്പെടുത്തി. കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് ഈ പ്രശ്നത്തെ രാഷ്ട്രീയമാക്കിയത്. ആ രാഷ്ട്രീയമാക്കിയിട്ടുള്ള, ഒട്ടും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത വിഷയം, ആ വിഷയത്തെ രാഷ്ട്രീയമായ ഒരു പ്രശ്നത്തേക്ക് കൊണ്ടുവരുന്നത്, കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കുന്നത് കോൺഗ്രസ് ആണ്. അതാണ് ഗൂഢാലോചന. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. റിജിൽ, ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറാണ് ഇത് എന്നായിരുന്നു ഇന്നലത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഇന്ന് ആ രൂപത്തിലുള്ള ഒരു ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും വളരെ ശക്തമായി ഒരു സമരരംഗത്തേക്കൊക്കെയും കിടക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇപ്പോൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിൽ മാത്രമല്ല കുട്ടനാട്ടിൽ പോലും കാട്ടുപന്നി ഇറങ്ങുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ പ്രശ്നത്തിൽ ആളുകൾ വീർപ്പുമുട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം മാത്രമാണോ, അതോ ഇവർ ആരോപിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമുണ്ടായോ? തികച്ചും ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിയ വിഷയമല്ല, ഇതൊരു വൈകാരികമായ പ്രശ്നമാണ്. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം 10-58 ആളുകൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പന്നിക്ക് വെച്ച കെണിയിലാണ് ഒരു പാവപ്പെട്ട പിഞ്ചു പയ്യൻ ദാരുണമായി കൊല്ലപ്പെട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ KSEBക്ക് കൃത്യമായ രൂപത്തിലുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പന്നിക്ക് വേണ്ടി പടക്കം ഇങ്ങനെ കെണി വെച്ചിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൃത്യമായ രൂപത്തിലുള്ള അറിയിപ്പ് കൊടുത്തിട്ട് പോലും KSEBയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ KSEB ആരുടെ ഭാഗം? ഇപ്പോൾ ഒരു കാട് കേന്ദ്രത്തിൻ്റെതാണ്, അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ റോഡ് കേന്ദ്രത്തിനാണ് പറയുമ്പോൾ ഇതും ആരുടേതാണ്? യഥാർത്ഥത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് KSEB. ആ KSEBയുടെ നിരുത്തരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായി ഒരു പിഞ്ചു പയ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പ്രതിരോധിക്കും. ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാറില്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വന്ന് വാങ്ങു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ ഇടവേള എടുത്തത്. അപ്പോൾ തുടരാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇത് ഈ കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ആളുകളെ ഇങ്ങനെ നാടിറങ്ങി വന്ന വന്യമൃഗങ്ങൾ കൊല്ലുമ്പോൾ ഒന്നും അനങ്ങാതെ നിൽക്കുന്ന, ഇതികർത്തവ്യത മൂഢനായി നിൽക്കുന്ന ഒരു വകുപ്പ് മന്ത്രിയാണ് ഇവിടെയുള്ളത്. രാഷ്ട്രീയ ആരോപണം പറയാണ്. യഥാർത്ഥത്തിൽ മയക്കുവെടി വെച്ച് തളർത്തേണ്ടത് ഈ വനം മന്ത്രിയാണ്. ആ മന്ത്രി പറയാണ് ഇത് ഗൂഢാലോചനയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? സ്വാഭാവികമായിട്ട് ഇതൊരു അപകടമാണല്ലോ. സ്വാഭാവികമായി ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്നത് ഇവിടുത്തെ വന്യജീവികളുടെ ഒരു അതിപ്രസരമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഒരു അപകടമാണ്. ആ അപകടത്തിൻ്റെതായ ആ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഈ ആരോപണവുമായി പ്രകടനവുമായി ഒക്കെ രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായ കുട്ടൻ മരിച്ചപ്പോൾ നിങ്ങളാരും ഇറങ്ങിയില്ലല്ലോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. പ്രതിഷേധങ്ങൾ ഇപ്പോൾ കടുവ ആളെ കൊന്നപ്പോൾ ആളിറങ്ങിയില്ലേ, പ്രതിഷേധിച്ചിട്ടില്ലേ? ആന കുത്തി കൊന്നപ്പോൾ ആൾ പ്രതിഷേധിച്ചിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായി ഒരു പിഞ്ചു ബാലനല്ലേ ദാരുണമായി കൊല്ലപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം?
KSEBയുടെ നിരുത്തരപരമായ നിലപാടാണ്. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞല്ലോ, ഞങ്ങൾ മുന്നറിയിപ്പ് നാട്ടുകാർ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നോക്കാഞ്ഞത്? ആരാ ചെയ്യേണ്ടത്? ആരാ അതിന് നടപടി സ്വീകരിക്കേണ്ടത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് KSEBയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റു ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? അത് ചെയ്യേണ്ട സംവിധാനം ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. സർക്കാരിനെതിരെ തന്നെയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ നാട്ടുകാർ എന്നതിൽ പ്രതിഷേധിക്കാറുണ്ടല്ലോ. ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ നിലമ്പൂരിൽ നടക്കുന്നത്. കേരളത്തിൽ എത്രയാ പ്രതിഷേധങ്ങൾ നടത്തിയവരാണ്. എന്ത് സംഭവിച്ചാലും അത് ഭരണത്തിൻ്റെ പേരിൽ നടത്തിയ സമരങ്ങളും പേക്കൂത്തുകളും നടത്തിയ മുന്നണിയല്ലേ. അവർക്ക് എന്ത് ധാർമ്മികമായിട്ടാണ് ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അവകാശമുള്ളത്? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായ ഒരു പ്രതിഷേധം തന്നെയാണ്. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കേരളത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള ആധുനിക സംവിധാനങ്ങൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ? എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഫെൻസിങ് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മറ്റ് നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അത് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനം ഈ നാട്ടിലില്ലേ? അതെന്തുകൊണ്ട് പ്രായോഗികമായി ഉപയോഗിക്കുന്നില്ല? പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്ത് ഞാനും പോയിരുന്നു. അതിനോട് തൊട്ട് ചേർന്നുള്ള വനമേഖലയിൽ ഫെൻസിങ് ഞാൻ കണ്ടതാണ്. അതൊക്കെ ആ മട്ടിൽ തന്നെയല്ലേ. ഇപ്പം അത് വിട്ട് മൃഗങ്ങൾ ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന സംഗതികളാണല്ലോ ഇതൊക്കെ. പക്ഷെ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് സംഭവമല്ലല്ലോ. എത്ര ആളുകളെ ഇങ്ങനെ കൊല്ലുന്നുണ്ട്, എത്ര ആളുകളെ കടിച്ചു കീറുന്നുണ്ട്. അപ്പോൾ ഫെൻസിങ് ഉണ്ടായതുകൊണ്ട് എന്താണ് ഈ മൃഗങ്ങൾ വരുമ്പോൾ ആധുനിക സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് അതിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനത്തിലെ പരാജയം അത് വനംവകുപ്പിന്റെ പരാജയമല്ലേ? റൈറ്റ്. ഇപ്പോൾ എന്തായാലും PV അൻവർ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് ഈ പ്രശ്നത്തിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹം ഇവിടെ ദീർഘകാലം MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം കൂടി ഇതിൽ പ്രതിയാണ് അല്ലേ? ഇങ്ങനെ ഈ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ കൃത്യമായി ഇടപെട്ട് തടയുന്നതിന് അദ്ദേഹം കൂടി ഇടപെടേണ്ടതായിരുന്നില്ലേ? ഈ ഫെൻസിങ് അടക്കമുള്ള അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളില്ല എങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി PV അൻവർ കൂടിയല്ലേ? നല്ല രസമുള്ള ചോദ്യമാണല്ലോ. നിങ്ങൾ ഷബീറിനോട് സർക്കാരിൻ്റെ പ്രതിനിധിയാണ്, നിങ്ങൾ മൂപ്പരോട് ചോദിച്ചോ നിങ്ങൾ പ്രതിയാണോ? അൻവറിനെ പ്രതിയാക്കാൻ ഒറ്റ കാര്യം അൻവർ ഉയർത്തിയ ആദ്യത്തെ പ്രശ്നം എന്താ? അൻവർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ് ഉയർത്തിയത്. ഒന്ന്, മലപ്പുറം ജില്ലയോടുള്ള പോലീസിൻ്റെ സമീപനം, അല്ലെങ്കിൽ പോലീസിലെ സംഘപരിവാർവൽക്കരണം. രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം ഈ ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും പത്രസമ്മേളനത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണിത്. ഇത് ഒരു ഫെൻസിങ് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ? ഇത് നയപരമായ മാറ്റം ഉണ്ടാവണം. എന്താ നയപരമായ മാറ്റം ഉണ്ടാകാൻ പറ്റുക? ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അതിനകത്ത് സെക്ഷൻ 11ഉം സെക്ഷൻ 62ഉം ഇതുപയോഗിച്ച് മാത്രമേ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയുന്ന നിലവിലെ സാഹചര്യമുള്ളൂ. അത് മാത്രം ഉപയോഗിച്ചത് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേലെ എന്ത് ചെയ്യണം? സമ്മർദ്ദം ചെലുക്കുക. 62 ഇവിടെ ഉപയോഗിക്കുന്നില്ല. 62 എന്താ? നമുക്ക് ഏതെങ്കിലും ഒരു അനിമൽ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടായി. ഇവിടെ ഇപ്പം എൻ്റെ വീട് അരീക്കോട് അങ്ങാടി എന്ന് കുറച്ച് അപ്പുറത്താണ്. എൻ്റെ വീട്ടിലടക്കം പന്നി വരുന്നുണ്ട്. ഒരു കാലത്തും ഞങ്ങൾ കാടായിരുന്ന സമയത്ത് 10 കൊല്ലം മുമ്പ് അനിമലില്ലായിരുന്നു. ഇപ്പം പന്നി വരുന്നതിൻ്റെ വൈൽഡ് ബോറ് ഒരു എന്താ പറയുക ക്ഷുദ്രജീവിയായി കേന്ദ്രത്തിന് പ്രഖ്യാപിക്കാം സെക്ഷൻ 62 പ്രകാരം. അങ്ങനെ ബീഹാറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജാർഖണ്ഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കർണാടകത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് പ്രഖ്യാപിച്ച് ഇതിനെ വെടിവെക്കാം, ഇതിനുള്ള പ്രൊട്ടക്ഷൻ അവസാനിക്കും. തീർച്ചയായും കഴിഞ്ഞ ഒരു വർഷം അത് നിലനിന്നിരുന്നു. എവിടെ നിന്നിരുന്നത്? ആലപ്പുഴ. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് മാവൂര്. ഇത് എവിടെയാണിത് വേണ്ടത്? ഈ സർക്കാരിന് ഈ വിഷയത്തിലുള്ള നയപരമായ പ്രശ്നമാണ്. അൻവറിനെ പ്രതിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ നയത്തോടാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ നയം ഇപ്പൊ പഞ്ചായത്തിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാമായിരുന്നില്ല. പഞ്ചായത്തുകളല്ല, കേന്ദ്രമാണ് 62 പ്രഖ്യാപിക്കേണ്ടത്. പഞ്ചായത്തുകൾക്ക് വെടിവെക്കാനുള്ള പന്നിയെ വെടിവെക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു. ഞാൻ പറയാൻ കാരണം ഞാനും മലയോര മേഖലയിൽ നിന്ന് വരുന്നയാളാണ്. അപ്പൊ എല്ലാ പ്രദേശത്തും ഈ വിധത്തിൽ പഞ്ചായത്തുകൾ ഇടപെട്ടുകൊണ്ട് പന്നിയെ വെടിവെക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. പലയിടത്തും മറ്റു പലതരത്തിലുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കേസുകൾക്കോ സംഘർഷങ്ങൾക്കോ ഒക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇവിടത്തെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നത്തിൽ അൻവറിന് ഇടപെടാമായിരുന്നില്ലേ എന്നുള്ള ഏത് വിഷയത്തിൽ? ഈ പ്രാദേശികമായ വിഷയത്തിൽ പ്രാദേശികമായി ഇയാളിപ്പോൾ ഈ അനന്തു മരിച്ചതിൽ അൻവറിന് എന്ത് ഇടപെടാനാണ്? ഇവിടെ ഞാൻ പറയുന്നത് നയത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളുടെ നയത്തിൽ തന്നെ പ്രശ്നമുണ്ട്. കാരണം ഈ വൈൽഡ് മാൻ കോൺഫ്ലിക്റ്റ് വലിയ തോതിൽ ഇവിടെ ഉണ്ടാകുന്നു. ഇതിനൊരു നയപരമായ, അതാണ് അൻവർ ആദ്യം ഉയർത്തിയത്. ഇപ്പോൾ ഇതിൻ്റെ മറവിൽ ഇപ്പോൾ ഇതെന്താ വെച്ചാൽ മനുഷ്യർക്കെതിരാണ് ഈ വന നിയമങ്ങൾ ആകെ. ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പം ഒരു ഇത് കൊണ്ടുവന്നു, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, ആരും അറിയാതെ ഗസറ്റിൽ കൊണ്ടുവന്ന് അതിനെ എതിർത്ത് ആദ്യം മുന്നോട്ട് വന്ന MLA യുടെ പേര് PV അൻവർ എന്നാ. അദ്ദേഹം ആ വിഷയത്തിൽ ജയിലിൽ പോയി.
അദ്ദേഹം ജയിലിൽ പോയി. അപ്പൊ ഈ വിഷയം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പരമാവധി ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരം തരും. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരമാവധി സംസാരിക്കാനുള്ള അവസരം ഞാൻ തരും. പക്ഷെ അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അത് തീർത്തിട്ട് നമുക്ക് ഇത് നയത്തിന്റെ പ്രശ്നമാണ്. ഈ സർക്കാരിന്റെ പരാജയമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. ഈ വിഷയത്തിൽ ഒരു നയപരമായ മാറ്റം ഉണ്ടാകണം. അൻവറിനതിൽ പ്രതിയാക്കാനേ പറ്റില്ല. മാത്രമല്ല, കേരളത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഈ വിഷയം ഉയർത്തി പ്രതികരിച്ച ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് അൻവർ. പറയട്ടെ. അപ്പൊ സുധി, ഞാൻ പറയാം. സുധി, ഇപ്പോ 1972 ഈ വന നിയമമാണല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ് ആളുകൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. അതിലൊരു പ്രശ്നം ഇന്നിപ്പോ മിനിസ്റ്റർ ജോർജ് കുര്യൻ പറയുന്നത് ഇത് എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ നടപ്പാക്കൂ എന്നുള്ളതാണ്. പക്ഷേ പല സ്റ്റേറ്റുകളിലും ഈ മട്ടിൽ അല്ലാതെ തന്നെ പല കാര്യങ്ങളിലും ഇടപെടുന്ന സാഹചര്യം മുമ്പ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം കേരളത്തോട് സ്വീകരിക്കാമോ ഈ വിഷയത്തിൽ? നമ്മളൊരു മലയോര മേഖലയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ അനന്തുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്, അതൊരു ഇൻസിഡൻ്റാണ്. അത് 6 മാസം മുമ്പ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ തന്നെ മരണപ്പെട്ടിട്ടുള്ളത് ഈ വഴിക്കടവ് പഞ്ചായത്തിലാണ്. അതിൻ്റെ തുടർ നടപടി എന്നുള്ള രീതിയിൽ സർക്കാരോ ഭരണ സംവിധാനങ്ങളോ KSEBയോ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിൽ നമുക്കറിയാം, നീലഗിരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഗൂഡല്ലൂരിൻ്റെ മലനിരകളോട് ചേർന്ന് അതിൻ്റെ അതിരായിട്ടുള്ളൊരു പ്രദേശമാണ്. വലിയ രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശം. ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ നിരന്തരമായി വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ പന്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ പന്നിയെ വെടിവെക്കാനുള്ള പഞ്ചായത്തിൻ്റെ നിലപാട്, പഞ്ചായത്തിൻ്റെ സ്വതന്ത്രമായി എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമുണ്ട്. അത് വെടിവെക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് പഞ്ചായത്താണ് ആ കാര്യത്തിൽ പഞ്ചായത്താണ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുള്ളതും മുന്നോട്ട് പോയിട്ടുള്ളതും. തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിലൊരു തീരുമാനമെടുത്തിട്ട് ഞാൻ പറയുന്നത് ഇത് പന്നിയിൽ ഒതുക്കണ്ട, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നമുക്ക് സാധിക്കും. തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടിപ്പുറത്ത് കടുവയെ വെടിവെച്ചു വന്നത് എങ്ങനെയാ? അവിടെയുള്ള ഭരണകൂടം, ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലപ്പെടേണ്ട ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ ആ പട്ടി പേ പിടിച്ച് ചാകുന്നത് വരെ കാത്തിരിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇതൊക്കെ നിങ്ങൾ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ അതിനെ തല്ലിക്കൊല്ലാൻ നിവൃത്തിയില്ല. പേ പിടിച്ച് ചാകുന്നത് വരെ കാത്തിരിക്കണം. ഇവിടെ ഏതെല്ലാം ജീവികളെ കൊല്ലുന്നുണ്ട് നമ്മൾ? പട്ടി ഇവിടെ ആരും കൊല്ലുന്നില്ല. ഇവിടെ ആരും കൊല്ലുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇവിടെ KSEB തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാലോ, എവിടെയാണ് 460 വാഴ അല്ലേ? വാഴ KSEBിന്റെ ലൈനിന്റെ ചോട്ടിൽ നിന്നിട്ട് നിങ്ങൾ കൃഷിക്കാരായിട്ടുണ്ടാവുമല്ലോ, കർഷകൻ കൊലച്ച് നിന്ന 460 വാഴ എങ്ങനെയാ KSEBിന്റെ ലൈനിൽ തട്ടുക? നിങ്ങൾ പറ. അത് ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന നാടാണ് ഈ നാട്. ഇതല്ല എന്റെ ചോദ്യം, അതായിരുന്നില്ല വാഴയല്ല എന്റെ വിഷയം. ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവിടെ മണ്ഡലത്തിൽ NDA തീരുമാനിക്കുമ്പോൾ NDA ഈ മണ്ഡലത്തിൽ നേരിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഈ വനം വന്യജീവി നിയമവുമായി സംവിധാനമുള്ള രാജ്യത്ത് താഴെ തട്ടിൽ നിന്ന് നിർദ്ദേശങ്ങൾ പോയി അത് നിയമസഭ പാസാക്കി മുകളിലേക്ക് കൊടുക്കണം. അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള മിനിസ്റ്റർ ജോർജ് കുര്യൻ പറയുന്നത് എല്ലാ സ്റ്റേറ്റും ഇതിലൊരു തീരുമാനമെടുത്ത് വരട്ടെ എന്നാണ്. സാധ്യമാവും. സിവിൽ കോഡ് നടപ്പാക്കുന്നതിനും താഴെ തട്ടുന്നതല്ല പോയിന്. യാതൊരു വിധത്തിലുള്ള പശുവിനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പശുവിനെ ഇറക്കാലോ? പശുവിനെ ഇറക്കണമെന്ന് പറഞ്ഞിന് ഒരു പശുക്കുട്ടിയെ എന്താ പ്രശ്നം? ഇവിടെ പശുവിനെ ഇറക്കാം. അതായത് പശുവിനെ കേരളത്തിൽ ഇറക്കാം. ഈ പശു മാതാവായി കാണുന്നവർക്ക്
ഒറ്റ പ്രശ്നമുള്ളൂ. ജെഎൻയുലെ ഒരു വിദ്യാർത്ഥിനി, മലയാളി വിദ്യാർത്ഥിനിയുടെ ബാഗിൽ പശുവിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചു നിർത്തിയത്. പറഞ്ഞുകൊണ്ട് എന്റെ ചോദ്യം ഈ പശുവിനെ ഇറക്കാൻ പാടില്ല എന്ന് ഏതിനകത്തും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന രാമായണം, ഋഗ്വേദം, അതോടൊപ്പം തന്നെ ഉൾപ്പെടെ എല്ലായിടത്ത് സംസാരിക്കുക. പശു എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ ഒരു സ്ഥലത്തും സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നത് നെഹ്റുവിന്റെ കോൺഗ്രസ് ആണ്. ഇവരുടെ ആദ്യത്തെ ചിഹ്നം അറിയില്ല. മുഖംവെച്ച കാളയായിരുന്നില്ലേ അന്ന് അതിനെ സംരക്ഷിക്കാനുള്ള നിലപാട് കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് നെഹ്റുവാണ്. ചരിത്രം അറിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പശുവിനെയും പോത്തിനെയും അറുത്ത് വിദേശ രാജ്യങ്ങൾ കയറ്റേക്കുന്ന നേതാവിന്റെ പേര് സംഗീത് സോമൻ എന്ന് പറയുന്നത് ബിജെപിയുടെ MLA. സംഗീത് സോമൻ ഹലാൽ ബീഫ് ദുബായി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിയേക്കുന്നത് ബിജെപിക്കാരും RSSകാരും. സംഗീത് സോമൻ UP MLA, BJP MLA. പോയി നോക്ക് പോയിട്ട്. നമുക്ക് ഇവിടെ കടുവയാണ് പ്രശ്നം, പശുവല്ല. കോൺഗ്രസ് ആണ് ഇവിടെ കടുവയാണ് പ്രശ്നം, പശുവല്ല. നിരോധിക്കുന്ന ബീഫ് കഴിക്കാൻ പറ്റുമോ? ഇരിക്കട്ടെ. ഇവിടെ ഞാൻ പറയാം, പശുവല്ല കടുവയാണ് പ്രശ്നം, അതാണ് പറഞ്ഞത്. പറയുമ്പോൾ നമുക്ക് ഒരു ഒറ്റ മിനിറ്റ് എല്ലാവരും പറഞ്ഞതിന് ശേഷം ഇവിടെ ഒറ്റ കാര്യം വളരെ ചുരുക്കി പറയാം. ഈ പശുവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം, നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് കേരളത്തിനകത്ത് പശു അല്ലെങ്കിൽ പോത്തിറച്ചി കഴിക്കാനൊന്നും ഒരാളുടെയും ഔദാര്യം നമുക്ക് വേണ്ടതില്ല. ഇവിടെ ഇഷ്ടപ്പെട്ട പറയട്ടെ ഒരാളുടെയും ഒരു ഔദാര്യവും വേണ്ട. ഇനി മറ്റൊരു കാര്യം, ഇഷ്ടപ്പെട്ട ഭക്ഷണം മലയാളികൾ കഴിക്കും. ഇഷ്ടപ്പെട്ട ഭക്ഷണം പോത്തിറച്ചി എന്നല്ല, അതിന് ഒരു അനുമതി വേണ്ട. പിന്നെ പശുവിന്റെയും പറയുമ്പോൾ ഇവിടെ ഈ ഗോവധ നിരോധന രാഷ്ട്രീയം അതൊക്കെ കേരളത്തിലെ ഗോവധ നിരോധന രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. അതില് പറയട്ടെ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംബന്ധിച്ചൊക്കെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നതാണ്. അതിലേക്ക് പോകുന്നില്ല. ഇവിടെ കോൺഗ്രസും അക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഡൽഹിയിൽ ആദ്യമായി ഗോവധ നിരോധനം ഏർപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് ബഹുമാനിയായ ഷീലാ ദീക്ഷിത്. പേര് പറഞ്ഞതുകൊണ്ടാണ് റിജിൽ അതിനൊറ്റ മറുപടി തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നത് അവസരം ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട്. ആ വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എത്ര സമയം വേണ്ടി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആരൊക്കെ തിട്ടൂരം ഇറക്കി ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കേരളമാണ് എന്റെ പോയിന്റ് താഴെ തട്ടിൽ നിന്നാണ് ഈ നിയമമൊക്കെ നടപ്പാക്കി മുകളിലോട്ട് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഏത് നിയമവും പാർലമെന്റ് ചർച്ച ചെയ്യാതെ അവസരത്തിലേക്ക് വരും. വളരെ പെട്ടെന്ന് ഒരു അടിയന്തര ഇടവേള വേണം. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. വീണ്ടും നമ്മൾ പൊളിറ്റിക്കൽ മാസ് ആരംഭിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും നിലമ്പൂരിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് ചോദിക്കാനുമാണ് ഉള്ളത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. മോനെ, എന്താണ് ഇദ്ദേഹത്തിന് ആദ്യം ചോദിച്ചു തുടങ്ങുന്നത്? ആദ്യം വന്നപ്പോൾ മുതൽ എന്നോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ആരോടാ ചോദിക്കാനുള്ളത്? ചില കാര്യം പറയാട്ടോ, ചെറുതാക്കി പറയണം, പെട്ടെന്ന് പറ. ലാസ്റ്റോ? എല്ലാം ഇപ്പൊ പറഞ്ഞോടാ. അല്ല ഇവിടെ എന്ത് പറഞ്ഞോ? നമുക്ക് ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ഷാഹിദുൽ ഇസ്ലാം.
ഞാൻ എടക്കര GHSS സ്കൂളിലാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് ബസ് ചാർജ് കുറേ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺസെഷൻ കിട്ടുന്നില്ലേ? കുറച്ച് കൺസെഷൻ ഉണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട്. പിന്നെ വേറെന്താ പ്രശ്നം നിങ്ങളുടെ? പിന്നെ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികൾക്കൊക്കെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എവിടെ ഗവൺമെന്റ് സ്കൂളിലോ? അവിടെ എടക്കര. അതിനൊക്കെ ഇവിടെ ഇടപെടാനുള്ള സംവിധാനം അല്ല, ഇല്ലല്ലോ? ലൈൻ ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീസ് നമ്മൾ ഒഴിവാക്കണം. ഒരുപാട് കുട്ടികൾക്ക് ഫീസ് കിട്ടാൻ നടന്നു വരുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുക. വണ്ടി യാത്ര ചെയ്യാനുള്ള പൈസയൊക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ടാക്സി മറ്റേ ഓട്ടോ കൂലിയൊക്കെ കൊടുക്കാൻ പൈസ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഞാനത് പറയാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്നിട്ട് തരാം പെട്ടെന്ന് ഇരുന്നോ അല്ല പറഞ്ഞോ. അതൊക്കെ പറയും, അതിനുള്ള മറുപടി പറയും. അതെല്ലാത്തിനും സമയം കിട്ടത്തില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ പോയാൽ നിങ്ങൾക്കും ചോദിക്കാൻ പറ്റില്ല. ഇന്നലെ ഇവിടെ ഒരു ദാരുണമായ സംഭവം നടന്നൊരു നാടാണ് ഇവിടെ. ഈ നാട്ടിനകത്ത് ഇന്നലെ നടന്നിട്ടുള്ളത് ശരിക്ക് പ്രതിഷേധ പ്രകടനമായിരുന്നില്ല, UDFന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫോട്ടോ സെക്ഷൻ കണ്ടാൽ മനസ്സിലാവും കോൺഗ്രസ്സുകാരുടെ ഈ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ പറഞ്ഞിട്ടേ മര്യാദ നിന്നോ കേട്ടോ, പറഞ്ഞിട്ടേ പോളൂ. അങ്ങനെ പറഞ്ഞിട്ടേ പോളൂ. ഇരുന്നിട്ടല്ലേ അങ്ങനത്തെ പേടിപ്പിക്കലൊക്കെ അവിടെ അങ്ങോട്ട് സംസാരം. നിങ്ങൾക്ക് ആരോടാ ചോദ്യം? ആ ചോദ്യം ആളോട് ചോദിക്കും. ഭയപ്പെടുത്തിയിട്ട് ഈ ചർച്ചകളെ നമ്മളിപ്പോ സെയ്ദ് റൂമി പറഞ്ഞോക്കെ ഭയപ്പെടുത്തി ചർച്ചകളെ കഴിയരുത്. നമ്മളാരും സമാധാനത്തിൽ ചർച്ച പോകുക. അവരോടല്ല ചർച്ച നിങ്ങൾ പൊളിച്ചു. ചർച്ച നിങ്ങൾ പൊളിച്ചു. ചർച്ചയിലേക്ക് പോകാം. അപ്പൊ ഇന്നലെ ശരിക്കും നടന്നിട്ടുള്ള UDFന്റെ ഒരു ആഹ്ലാദ പ്രകടനമല്ലോ ഈ മരണത്തെ ദാരുണമായ അന്ത്യത്തെ നേരിട്ടുള്ളത്. നമുക്കറിയാം ഈ LDF ഗവൺമെന്റ് ഇതിന്റെ ലെഫ്റ്റും റൈറ്റുമായിട്ടുള്ള 6.5 കോടി രൂപ ഈ ഫെൻസിങ്ങിനും ട്രഞ്ചിങ്ങിനും കൊടുത്തു. 11 വർഷമായിട്ടുള്ള ഇവിടുത്തെ MP-മാര് 80 കോടി രൂപ അവർക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒറ്റ രൂപ ഇവിടെ ട്രഞ്ചിങ്ങിനും ഒന്ന് അനുവദിക്കും. ചോദ്യം ക്ലിയർ ആണ്. ഇനി ആർക്കാ ചോദ്യമുള്ളത്? ആരോടാ എന്റെ ചോദ്യം? ഹലോ, പിന്നെ നമ്മളെ നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും വളരെ സജീവമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ഞാൻ പറയട്ടെ എനിക്ക് അൻവറിന്റെ പാർട്ടിക്കാരൻ പറഞ്ഞത് പോലീസിന്റെ പ്രശ്നമാണ്. ഇത് വളരെ സത്യമായിട്ട് കേൾക്കേണ്ട ഒരു വിഷയമുണ്ട്. രാജസ്ഥാനിൽ പോലീസുകാരും 1.5 മാസം പ്രായമായ കുട്ടിയെ ചവിട്ടിക്കൊല്ലുണ്ട്. കേരളത്തിലെ പോലീസ് കുട്ടിക്കും മുലപ്പാൽ കൊടുക്കുന്നത് വനിതാ പോലീസ്. ഒന്നത്. രണ്ടാമത്തത് പിണറായിൻ്റെ മുട്ടുംകാല് അടിയന്തരാവസ്ഥ അടിച്ചു പൊളിച്ച പോലീസാണ് കേരളത്തിൽ. അൻവറിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഒരു പോലീസുകാരൻ കറുത്ത കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത് റിജുനോടാണ്. കേരളത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളെയും ആഘോഷമാക്കി മാറ്റുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് പ്രളയം വന്നു, നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അത് നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്തതുമില്ല. 1000 വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്, അതും കൊടുത്തില്ല. പിന്നെ അതുപോലെ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ വരുമ്പോൾ ദേശീയപാത ഇടിഞ്ഞു വീണു, നിങ്ങൾ ആഘോഷിച്ചു. സത്യത്തിൽ ഇത് കേരളത്തിന് യോജ്യമായ ഒരു രാഷ്ട്രീയ ക്ലിയർ. ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് മറുപടിയിലേക്ക് വരാം. അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നീണ്ടുപോകും, വല്ലാതെ നീണ്ടുപോകും. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. എനിക്ക് പറയാനുള്ളത് നമ്മുടെ റിജൽ മാക്കുറ്റിയോടാണ്. ഇതിന് വ്യക്തമായ ഒരു മറുപടി തരണം. ഈ ഇലക്ഷൻ സമയങ്ങളിൽ സമയങ്ങളിൽ റിജൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ ഇലക്ഷൻ സമയങ്ങളിൽ പല നമ്പറുമായിട്ട് ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് മൃതദേഹം മരണപ്പെട്ടു, കൊലപ്പെടുത്തി. അല്ലല്ല, അതല്ല ഈ വിഷയമല്ല. 1980 പിന്നെ ചവറ സരസൻ കൊലപാതകം നടന്നു. ബേബി ജോണിനെ ഇവര് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവസാനം കഷ്ടിച്ച് ജയിച്ചു. 5 വർഷം കഴിഞ്ഞിട്ട് ആ സരസൻ തിരിച്ചു വന്നു. ഇന്ദിരാഗാന്ധി വന്നിട്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവിടെ പിന്നെ ഇന്ന് അനന്തു എന്ന് പറഞ്ഞ വളരെ ചെറിയ കുട്ടി മരണപ്പെട്ടിട്ട് നമ്മുടെ പിന്നെ LDFന്റെ പ്രതിനിധി പറഞ്ഞോ, അതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. നിലമ്പൂരിന്റെ വികസനമാണെന്ന് പറഞ്ഞു. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കുട്ടി മരിച്ചു തന്നെയാണ്.
ചെയ്തത്. ഇനി ബൈപ്പാസിന് ഞാൻ ഒറ്റ ചോദ്യം, വികസനം ചർച്ച ചെയ്യപ്പെട്ടെ കഴിഞ്ഞ 2017 മുതൽ 24 വരെ ഉള്ള ബജറ്റുകളിൽ മുഴുവൻ 100 കോടി 105 കോടി 110 കോടി കൊടുത്തു, എല്ലാ ബജറ്റിലും കൊടുത്തു. എവിടെ ബൈപ്പാസിനായി ചെലവഴിക്കപ്പെട്ടത്? നിലമ്പൂർ ബൈപ്പാസ് ക്ലിയർ ആണ്. 9 വർഷം വരെ ഉമ്മൻചാണ്ടി സർക്കാരിന് പോലെ അരി ഇഷ്ടം പോലെ, ഇന്ന് കരടി ഇഷ്ടം പോലെ, പുലി ഇഷ്ടം പോലെ, പെരുമ്പാമ്പ് ഇഷ്ടം പോലെ, അതാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അരി ഇഷ്ടം പോലെ, ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു. ഈ സംഖ്യ കൂടി നല്ല കൊടുക്കൂല, ഇലക്ഷൻ വരുന്ന സമയത്ത് അരി ഇഷ്ടം പോലെ, ഇപ്പൊ പുലി ഇഷ്ടം പോലെ, പുലി ഇഷ്ടം പോലെ. ഞാൻ ഒരു മിനിറ്റ് ദേഷ്യപ്പെടല്ലേ. ഹലോ, നമ്മളെല്ലാം നാട്ടുകാരാണ്. ഓക്കെ, നമ്മളെല്ലാം നാട്ടുകാരാണ്. ഇടതുപക്ഷം വലതുപക്ഷം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാം പോകും. നമ്മളെ സ്തുതി നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ നിൽക്കുന്നത്, എനിക്കറിയാം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയം വിട്. നമ്മുടെ നിലമ്പൂർ കനോലി പ്ലോട്ടില് ഒരു പാലം, തൂക്കുപാലം വീണിട്ട് 2018 പ്രളയം കഴിഞ്ഞിട്ട് തൂക്കുപാലം വീണിട്ട് ആ സാധനം ഇതുവരെ പുനർനിർവീകരിക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഒറ്റ കാര്യം, ഇതിനകത്ത് ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഈ ചോദ്യങ്ങളെല്ലാം ആണ് ഇതിന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞില്ലേ ഇനി അതിന് മറുപടി വേണ്ടേ? അതായത് ഇതിലെല്ലാ കാര്യങ്ങൾക്കും, ഈ മുഴുവൻ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി എനിക്ക് പിടിച്ചു മേടിക്കാനൊന്നും പറ്റുന്നില്ല. പരമാവധി ആളുകൾ മറുപടി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. ഇങ്ങോട്ട് മൈക്ക് തന്ന ആ വഴി പോകും, അല്ല മൈക്ക് കൊടുത്ത ആ വഴി പോകും, അല്ലല്ല എന്നെ കടത്തിവിടും. പ്രിയമുള്ളവരെ, ഹലോ, സുധീഷിനോടാണ് ചോദ്യം. BJPയുടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച്, മനുഷ്യനെ കൊന്നൊടുക്കുന്ന കടുവയും പുലിയെയും വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ നടപ്പാക്കാൻ മനുഷ്യനാണല്ലോ ഏറ്റവും വലുത്, മൃഗം പിന്നീടുള്ളൂ. അതിന് ആ നിയമം ഒന്ന് നടപ്പാക്കുക. അതേമാതിരി ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ കേരളത്തിലൊഴികെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം അത് വിളിപ്പിക്കുന്ന രീതി നിങ്ങൾക്കുണ്ട്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ എവിടെയാണ് അംഗീകരിക്കപ്പെടേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. മൈക്ക് കൊണ്ടുപോകരുത്, മൈക്ക് കൊണ്ടുപോയാൽ പിന്നെ ആ വഴി പറഞ്ഞോ. ഞാൻ മറ്റേ BJP സ്ഥാനാർത്ഥി പറയുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനത്തിനാണ് കൊടുക്കുന്നത്. ഒറ്റ പന്നി നാട്ടിലുണ്ടാവില്ല. നാട്ടുകാരെ വിചാരിച്ചാല് മൊത്തം നാട്ടുകാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അൻവറാക്ക് അല്ലാതെ ഈ വിഷയം നിലവിൽ ആരാ പറഞ്ഞിട്ടുണ്ട്? ഓക്കെ ഏതാണ്ട് നിങ്ങളുടെ പരാതി തീർന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇവിടെ ചേച്ചിക്ക് ചോദിച്ചോ. ആരോടാ? എനിക്ക് ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിന് മറുപടിയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞു പശുവിൻ്റെ കാര്യം പറഞ്ഞു. പരിസ്ഥിതി എന്നുള്ള മറ്റെന്തിനേക്കാൾ നമ്മളെല്ലാവരും ഉണ്ടാകണമെങ്കിൽ പരിസ്ഥിതി ഉണ്ടാകണം. പരിസ്ഥിതി ഇല്ലാതെ നാം ഇല്ല എന്നുള്ള ഓർക്കണം. അപ്പോഴാണ് പരിസ്ഥിതി നിയമം കൊണ്ടുവന്നത്. ഇവിടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞുകൊണ്ട് കടുവ സംരക്ഷണ പദ്ധതിയാണ് കൊണ്ടുവന്നത് ഇവിടെ. അതനുസരിച്ച് വളരെ കഠിനമായിട്ടുള്ള നിയമമാണ്. പശുവിനെ കൊല്ലാമല്ലോ, കടുവയെ കൊല്ലരുതല്ലോ എന്ന് പറഞ്ഞു. അതിന് ഞാൻ മറുപടി പറയുന്നു, കടുവയെ കൊല്ലരുതെന്നാരും പറഞ്ഞിട്ടില്ല. അല്ല, എന്തുകൊണ്ട് പിന്നെ കടുവയെ കൊന്നുകൂടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതിന് മറുപടി പറയാനുണ്ട്. പശു എത്ര നമ്മൾ കൊന്നാലും അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കാട്ടിപ്പോയി നമുക്ക് അല്ല, കടുവയെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ഭക്ഷ്യശൃംഖലയുടെ ഒരു ഭാവം തന്നെയാണ് ജീവൻ. കടുവയ്ക്കും ആരെങ്കിലും വേണ്ടേ? ഭൂരിപക്ഷത്തിന് മാത്രം സംസാരിക്കാൻ പറ്റുന്ന രീതി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സംസാരിക്കാം. അവര് പറഞ്ഞ അവരുടെ അഭിപ്രായമാണ്. ഒരൊറ്റ കാര്യം പറയാം. ആരെ പരിഹസിച്ചില്ല. കേരളത്തില് 2008 45 കടുവയേ ഉള്ളൂ. ഇപ്പം 300 ചില്ലുവാൻ കടുവയുണ്ട്. അതാണ് സാഹചര്യത്തിൽ കടുവയെ വെടിവെക്കാനുള്ള നിയമം വേണമെന്നാണ് ഇവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ, കേരളത്തെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് കർണാടകയും മറ്റു സംസ്ഥാനങ്ങളൊക്കെ. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. കേരളത്തില് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്, ഏറ്റവും കുറച്ച് ഭൂമിയുള്ള സംസ്ഥാനമാണ്. അല്ല, എനിക്ക് ഇതില് ഇപ്പൊ ഇടപെട്ട് പോയില്ലെങ്കിൽ പിന്നെ ഇത് ഇടപെടാനുള്ള
കേരളം ഒരു ചെറിയ സംസ്ഥാനം, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കുക. ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 89 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏതെങ്കിലും നടപ്പിലായോ? കാട്ടാനയുടെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ട്, കാട്ടാന വരുന്നതിന് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനത്തിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു? ഇത് ഉപയോഗിക്കണ്ടേ? വ്യക്തമായ രൂപരേഖയോടുകൂടി അത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കുന്നില്ല. പദ്ധതി ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പദ്ധതി ഇല്ലല്ലോ. ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ ഉള്ള മൃഗങ്ങൾ എടുത്താൽ അതിനെ നിയന്ത്രിക്കാൻ ഈ ഫെൻസിംഗ് കൊണ്ട് കഴിയില്ല. ഇവിടെ കോടി രൂപയുടെ പദ്ധതിക്കാണ് കൃത്യമായി വന്യമൃഗ ശല്യം ചർച്ച ചെയ്യണമെങ്കിൽ അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു പ്രശ്നമല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ നിലമ്പൂരിന്റെ വിഷയം സംസാരിക്കുമ്പോൾ വന്യമൃഗ ശല്യം സ്വാഭാവിക രീതിയിൽ വരും. ഞാൻ പറയട്ടെ, 4 പേരെയാണ് ഈ അടുത്ത സമയത്ത് കാട്ടാന ചവിട്ടിക്കൊണ്ടുള്ളത്. കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നിയമത്തിന് വ്യവസ്ഥിതി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, 72 വനാവകാശ നിയമപ്രകാരം എന്ത് നടപ്പിലാക്കി കേരളത്തിൽ? ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. അതെന്താണ്? ഫോറസ്റ്റ് ടോപ്പിംഗ് വർദ്ധിച്ചു, വനവിസ്തൃതി വർദ്ധിച്ചു. കേരളത്തിലെ മുഴുവൻ വനങ്ങളും വെട്ടി വിൽക്കുന്നത്, അല്ലെങ്കിൽ തേക്ക് മുഴുവൻ, നിങ്ങൾ എന്ത് ഇടയിൽ കേരളം? ഞാൻ പറയട്ടെ, ഇവിടെയുള്ള മുഴുവൻ തേക്കും ഇത് നിലമ്പൂരിൽ സംസാരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് ഉത്തരവാദിത്തമില്ലേ വന്യമൃഗങ്ങളെ തടയുന്നതുമായി ഇവിടെയുള്ള മുഴുവൻ തേക്കും കേന്ദ്ര സർക്കാർ നയാ പൈസ ഫോറസ്റ്റുമായി ഒരുമിച്ച് സംസാരിച്ചാൽ ഇവിടെയുള്ള നിലമ്പൂരിലെ മുഴുവൻ തേക്കും വെട്ടി വിൽക്കുന്നത് കേരള സർക്കാരാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള സാധാരണ കൃഷിക്കാരന്റെ ജീവനും തേക്ക് ഉണ്ടാക്കുന്നത് വെട്ടാനാണ്, അല്ലാതെ കാടുണ്ടാക്കാനല്ല. മനുഷ്യന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പോ വഴി വിൽക്കുന്നതിനെതിരെ ഈ BJP നേതാവ് എന്തെല്ലാം അതൊന്നും പ്രശ്നമല്ല. ഇവിടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അനന്തുവിന്റെ ഉൾപ്പെടെ പ്രശ്നം അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോയത്. അതിന് രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇതൊരു പന്നി ഇറച്ചി വിൽപ്പനക്കാരൻ നടത്തിയിട്ടുള്ള ഒരു അങ്ങേയറ്റ നീചമായ പ്രവൃത്തിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇത് വേറെ രൂപത്തിലല്ല. മറ്റൊരു കാര്യം, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് KSCB അല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന് ഉത്തരവാദി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 80-ലധികം പഞ്ചായത്തുകളെ വെടിവെക്കാൻ വേണ്ടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ഷൂട്ടർക്ക് ആവശ്യമായ പണം കൊടുക്കാതെ ആ ഷൂട്ടർ ഈ പറയുന്ന KSCB അല്ല, പഞ്ചായത്താണ് പന്നിയെ വെടിവെക്കുന്നത്. നിങ്ങൾ പറയുന്നത് മരം വെട്ടുന്നു, അങ്ങോട്ട് പറഞ്ഞു നിലപാടില്ലാത്ത 2 സർക്കാരുകളുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതുപോലുള്ള മരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അതിൽ പരിഹാരമാണ് ഇതൊക്കെ ഏത് കാലത്താണ്? ഞാൻ പറയട്ടെ, കഴിഞ്ഞ 3ാമത്തെ ടൈമിലല്ലേ ഇവിടെ BJP സർക്കാർ ഭരിക്കുന്നത് നിങ്ങളാ. ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെ ശബ്ദിക്കും, ആള് ശബ്ദിക്കും. റൂമി ഒന്ന് പറ, ആ 2 കാര്യം ഒന്ന് കേൾക്ക്. എന്നോട് 2 കാര്യമാണ് ചോദിച്ചത്. ഒന്ന്, രാജസ്ഥാനിൽ പോലീസ് ചവിട്ടിക്കൊല്ലുന്നു എന്നാണ്. ഞാൻ ആ സഖാവിനോട് ഞാനൊരു പേര് പറയാം, അത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചോട്ടെ. താമിർ ജഫ്രി അറിയോ? എന്നോട് ചോദ്യം ചോദിച്ച സഖാവിനോട് ചോദിക്കുക, താമിർ ജഫ്രിനെ അറിയോ? താമിർ ജഫ്രി താനൂരിലെ പോലീസ് ചവിട്ടിക്കൊന്ന യുവാവിന്റെ പേരാണ്. ആ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല. രാജസ്ഥാനിലെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന്, പോലീസിനകത്ത് പോലീസ് അട്രോസിറ്റി കേരളത്തിൽ അതിഭീകരമാണ്. മലബാറിലെ, പ്രത്യേകിച്ച് മലപ്പുറത്തിലെ ക്രിമിനൽ കേസുകളുടെ എണ്ണം വലിയ പ്രശ്നമാണ്. അതിവിടെ ചർച്ച ചെയ്യണം. രണ്ട് ഇവിടെ അതിന് മറുപടി BJP നേതാവ് ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്താ? അദ്ദേഹത്തിന് ആ വിഷയം അറിയില്ല.
ഞാൻ അദ്ദേഹത്തെ ഇതാക്കല്ലേ. ഇതൊരു വിഷയം എന്താ, ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റേണ്ടതുണ്ട്. അതേതിന് പരിഹാരമുള്ളൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞു കടുവനെ സംരക്ഷിക്കണമെന്ന്. കടുവനെ നമ്മളെ നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഷെഡ്യൂൾ 1 മൃഗ കടുവ. പിന്തുണച്ചപ്പോ നിങ്ങൾക്ക് നിയമം മാറ്റി എഴുതി കൂടായിരുന്നോ? ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് നിയമവും ഇത് വലിയ തോതിൽ വിസ്ഫോടനാത്മകമായ 15 വിസ്ഫോടനാത്മകമായ ഈ ഗ്രോത്ത് അവകാശങ്ങൾ മാറ്റുന്ന പാർട്ടിയാണ്. പിന്നെ നിയമം മാറ്റാനുള്ള ശേഷി കാണിക്കുന്ന സർക്കാരാണ്. ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ കടുവയെ എല്ലാരും ഒരുമിച്ച് പറഞ്ഞാൽ കേൾക്കില്ല. ഒറ്റ കാര്യം പറയട്ടെ, ഈ പോലീസ് അട്രോസിറ്റി വന്നുകൊണ്ടാണ് അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇവിടെ ഉന്നയിക്കുന്നുണ്ട് പി വി അൻവർ പല ആവർത്തിയായിട്ട്. അതായത് ഇന്നിപ്പോ പി വി അൻവർ പറയും തരാം മനസ്സിലായി സംസാരിക്കുക ഷബീർ. അത് വെടിവെക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല. ആ നിയമം മാറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഞാൻ വളരെ ചുരുക്കി പറയുന്നത്, ദയവ് ചെയ്ത് കേൾക്കൂ. പറയാം. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം നമ്മൾ നേരിടുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം 1972 നിയമമാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് അധികാരവും ലൈസൻസുള്ള ഗവൺമെന്റ്മാരെ ഉപയോഗിച്ചത് ആ പ്രവൃത്തി നടത്താനുള്ള അനുമതി കേരളത്തിൽ നൽകിയത്. ഒരു പന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിന് ഇത്ര ഉറുപ്പിക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നലെ അമരമ്പലം LDF ഭരിക്കുന്ന അമരമ്പലം പഞ്ചായത്തിൽ മാത്രം 25 പന്നികളെ ഈ അർത്ഥത്തിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർലമെന്റ് മെമ്പർമാര് ഇതിൽ നിന്നെല്ലാം വളരെ സമർത്ഥമായി പറയട്ടെ. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, അതിനു മുൻപ് 2009 മുതൽ MA ഷാനവാസ് ആയിക്കോട്ടെ, ഈ വന്യ നിയമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും വനങ്ങൾ ചേർന്ന മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളെ ഉന്നയിക്കുന്നതിന് ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിൽ വന്യമൃഗ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഒരു ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം ജയിപ്പിക്കുന്നത് അവരുടെ വിഷയം ഇടപെട്ടത് കൊണ്ടാണ്. ഈ ഭൂരിപക്ഷം 75 കോടി രൂപ MP ഫണ്ടിൽ നിന്ന് ഒരു സോളാർ വേലിക്ക് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഒറ്റ കാര്യം, ഇന്നിപ്പോ പി വി അൻവർ പറഞ്ഞ ഈ വിഷയത്തിൽ നിന്നൊന്ന് മാറണമല്ലോ. പി വി അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി വന്യമൃഗ പ്രതിരോധവുമായി കൊടുക്കാത്ത കോൺഗ്രസിലെ MP-മാരാണ് ഇന്നലെ ഈ നിലമ്പൂരിന്റെ വയനാടിന്റെ എന്തെങ്കിലും ഒരു കാര്യം രാഹുൽ ഗാന്ധി പി വി അൻവറാണ് CPI-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഗോവിന്ദ മാഷ തീരുമാനിച്ചത്. പ്രസക്തനല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പി വി അൻവറിന്റെ വാക്കും പഴയ ചാക്കും അതൊക്കെ നിലമ്പൂർ ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു 30 സ്റ്റേറ്റ്മെന്റ് മാറി പറയും. 9 മണിക്ക് പറഞ്ഞത് 9:05 മാറും, 9:05 പറഞ്ഞത് 9:20 മാറും, 9:20 പറയുന്നത്. ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് പി വി അൻവറിനില്ല. മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾക്ക്, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞു VD സതീശനും പിണറായി വിജയനോട് ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ഇന്നിപ്പോ പറഞ്ഞു P ശശിയെ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ച പിണറായി വിജയനെ അട്ടിമറിച്ചുകൊണ്ട് സെക്രട്ടറി ആക്കിയത് പി വി അൻവറാണ്.
ആണെന്ന്. ഇതെല്ലാം കൂടി പറയണേ ഇതൊക്കെ വിശ്വസിച്ച് ജനം വോട്ട് ചെയ്യണം. 20 മിനിറ്റ് വേണം. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ PV അൻവറാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്നത് ഇവിടെ പ്രസക്തമല്ല. അതിന് മറുപടി ഞാൻ പറയാം. പക്ഷെ ഇവിടെ ചോദ്യം എന്താ, അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം അതുകൂടെ ചർച്ച ചെയ്യണ്ട നമ്മള്. അദ്ദേഹം ഞാൻ ഇപ്പോഴും പറയുന്നു ആ ചോദ്യമാണ്, അതാണ് ഒന്ന് ഞാൻ ഇപ്പോഴും ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. പോലീസ് അട്രോസിറ്റി, മലപ്പുറത്തെ പോലീസ് അട്രോസിറ്റിയെ കുറിച്ച് എന്ത് പറയാനുണ്ട്, അതിന് മറുപടി പറയട്ടെ. ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം PV അൻവർ അത് പറഞ്ഞു, മൂപ്പര് പിച്ചി മാന്തി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ വളരെ കറക്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ അല്ലല്ല, ഇതൊന്നും കേൾക്കുന്നില്ല. മൈക്കിൽ ഇതേ ഉള്ളൂ, ഒരു മിനിറ്റ് മൈക്കിൽ അതേ ഉള്ളൂ. അല്ല, കടന്നൽ രാജാവ് ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇവർക്ക് അംഗീകൃതമായിരുന്നല്ലോ. അന്നും അദ്ദേഹത്തെ നിലപാടിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് വേറെ വിഷയം. ആ കടന്നൽ രാജാവായപ്പോ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്താ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബർ, അയാൾ ഇന്ന് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഹെയ്റ്റ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കേസ് പോലും അദ്ദേഹത്തിനില്ല. അൻവറിനെതിരെ കേസുണ്ട്, എത്രയോ കേസുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ഇവിടെ പ്രസക്തമാണ്, വളരെ ശക്തമാണ്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരായി, ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. മാത്രമല്ല, ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള ഈ ജില്ലയെ RSSന് വേണ്ടി സ്വന്തം മകളെ രക്ഷിക്കാൻ പിണറായി വിജയൻ RSSന് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ സംഘപരിവാർവൽക്കരിക്കാൻ ഒരു പോലീസ് സംവിധാനം ഇവിടെയുണ്ട്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ ആളുകൾക്കെതിരെ കേസുണ്ടായത്. പ്രസ് ക്ലബിൽ പോയി പറഞ്ഞിട്ടില്ല. എന്താ ഉമ്മൻചാണ്ടി പോയി പറഞ്ഞിട്ടില്ല ഇതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം രാധാകൃഷ്ണനെതിരെ രാജീവ് ചന്ദ്രശേഖരന്റെ PR ഏജൻസിയെ കൂട്ടി കേരള ഹൗസിൽ പോയി ഹിന്ദു പത്രത്തിന് ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ മറുപടിയാണ് ഈ മണ്ഡലത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, CPIM-ഉം ഈ RSSും ബന്ധം ഇത് കുറെ കാലമായി കോൺഗ്രസ് പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് തൃശ്ശൂരിലെ MP-നെ കോൺഗ്രസ് കൊടുത്തു. അത് CPIM-ന്റെ സമുന്നതരായ നേതാക്കന്മാർക്കെതിരെ ED കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. ED എന്ന് പറയുന്ന BJP-യുടെ ഒരു രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന ഏജൻസി ഈ തൃശ്ശൂർ ജില്ലയിലെ രാധാകൃഷ്ണൻ സഖാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കള്ള കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമല്ല ഇപ്പോ BJP-യുമായിട്ടുള്ള ബന്ധം ഇപ്പൊ ഇല്ല. നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ CPIM-ന്റെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസെടുക്കുന്നത് എന്ത് ബന്ധത്തിന്റെ പേരില്ല? എന്ത് ബന്ധത്തിന്റെ പേരില്ല? ഇവർ ഉത്തരം പറയുമ്പോ പ്രകോപിതരല്ല. ഞാൻ പറയട്ടെ ഇവിടെ റിജിൽ മാക്കുറ്റി പറയാം. നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിലാണ് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കള്ള ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനെതിരെ ഉൾപ്പെടെ കള്ള കേസ് എടുത്തത്. എന്ത് ബന്ധാണ് നിങ്ങൾ പറയുന്നത്? ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ CPIM-ന്റെ നേതാക്കന്മാർക്കെതിരെ കള്ള കേസ് എടുത്തതൊക്കെ എന്ത് ബന്ധത്തിന്റെ പേരിലാണ്? CPIM-ന്റെ മതനിരപേക്ഷത അളക്കാനൊന്നും കോൺഗ്രസ് ആയിട്ടില്ല. ഇവര് രണ്ടും അനങ്ങിയാൽ പറയുന്ന ഒരു പ്രശ്നമാണ് RSS 11 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നു. ഈ തെരുവിന്റെ ഇടയിലൂടെ രണ്ടുപേരും പൗരത്വ ബില്ല് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വർഷത്തെയായി ഒരു മുസൽമാന് പൗരത്വ ബില്ലിന്റെ പേരിൽ എന്തെങ്കിലും
അസംബ്ലി ഇഫക്റ്റ് അതായത് ഒരൊറ്റ കാര്യം പറയാം. ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ കമന്റ് വന്നത് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. വാക്കുകൾ വെച്ച് ഈ പറയുന്ന ആളുകളെ വാഴയില കീറിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാ പറഞ്ഞത്. കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കൂല നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞതാ. അസമിലും ബംഗാളിലും ഇതിന്റെ വലിയ എഫക്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മറുപടി പറയട്ടെ. അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കാണിച്ച് നിങ്ങൾ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട. ആ കേരളം അസമിലും ബംഗാളിലും ഇതിന്റെ വലിയ ഇഫക്ട് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഏതാനും ചോദ്യങ്ങളിലേക്ക് പോവാം. ഏതാനും ചോദ്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് ഒന്നോ രണ്ടോ പേർക്ക് ചോദ്യം. എല്ലാവർക്കും കൂടെ മൈക്കില്ല. ഒരു കാര്യം, ഇവിടെ BJP നടത്തുന്നത് അവിടെയുള്ള ഒറീസ ഉൾപ്പെടെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ അതിശക്തമായ സംഘപരിവാർ ആക്രമണം നടക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് RSSകാര് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി അവർ കൊന്തയും ഇതും കൊടുക്കും. ഇവിടെ ഉത്തർപ്രദേശിൽ അവരെ തല്ലിക്കൊല്ലുക. ആക്രമണം നടന്നിട്ടുണ്ട്. അത് വസ്തുതയല്ലേ, നമുക്ക് മുന്നിലുള്ള വസ്തുത. ചോദ്യം ചോദിക്കട്ടെ. ആളുകൾക്ക് സംസ്കാരിക്കല്ലതേ എന്താ വെച്ചാല് ഇവര് 4 പേരും ഞങ്ങളെ ഭരിക്കാൻ വേണ്ടി വരുന്നതാണോ, ഞങ്ങളെ പിന്നെ ഇടങ്ങറാക്കാൻ വന്നതാണോ? ഇത് നിങ്ങളെ വർത്താനം കേട്ടാൽ എന്താ അത് നാടിന് മാനന്ദം ചെയ്തു? നിങ്ങൾ എവിടെ ചെയ്തു? ആര് ചെയ്തു? ഇടതിനോടും വലതിനോടും CPM-നോടും RS-നോടാണ് പറഞ്ഞത്. RS-കാർ വലിയ വർത്താനം പറഞ്ഞു. ഏക സിവിൽ കോഡ് കൊടുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിയമം അവിടെ പിടിച്ചു നിർത്തിയോ? എല്ലാം കൊടുന്നില്ല. ഇവിടെ ഏക സിവിൽ കോഡ് കൊടുന്നപ്പോൾ നിങ്ങൾ കേന്ദ്രത്തിൻ്റെ കാര്യം പറയാതെ വന്നോ? ഇപ്പോൾ ഈ പന്നിനെ വെടിവെക്കേണ്ട കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തില്ല? അതിന് മാത്രം പഞ്ചായത്തിന്റെ കാര്യമില്ല, പഞ്ചായത്തിന് അനുവാദം കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടെ നോക്ക്, പോലീസുകാർക്ക് വെടിവെക്കണമെങ്കിൽ കലക്ടർ ഓർഡർ വാങ്ങിക്കൊണ്ടിരണം. കലക്ടർ ഓർഡർ വാങ്ങിക്കൊണ്ടിരണം. ഇതൊന്നും ഈ പറയുന്ന പോയിന്റ് നിൽക്ക്. ആ ചോദ്യം പ്രസക്തമായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാൻ പറ്റുമോ? ആ ചോദ്യം പ്രസക്തമല്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വനനിയമം മാറ്റി എഴുതണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ പറ്റൂ. അതുകൊണ്ടാണ് എന്റെ ചോദ്യം UDF-ന് പ്രതിനിധിയോടാണ്. ഇപ്പോ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞു, പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന്. അതിനുശേഷം ഈ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും നട്ട കുരുക്കാത്ത ഒരു പച്ച കള്ളം പറഞ്ഞു. 300 രൂപയിൽ നിന്ന് 1200 രൂപ ആക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ഏതൊക്കെ സമയത്ത് എത്രയൊക്കെ വെച്ച് എവിടൊക്കെ കൊടുത്തു? ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും? നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 2011 ഗവൺമെന്റ് പോകുമ്പോ 11 ലക്ഷമാണ്, 16 ലക്ഷമാണ് പെൻഷൻ വാങ്ങുന്നത്. അദ്ദേഹത്തിനോട് ചോദ്യം. 5 കൊല്ലം കൊണ്ട് 35 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. അന്ന് 400 രൂപയായ പെൻഷൻ 800 രൂപയാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അന്ന് നിങ്ങൾ എന്താ കരുതലോ? 400 800 ആക്കി, നിങ്ങളുള്ളപ്പോൾ 400 800 ആക്കി, 800 1200 ആക്കി. അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ പെൻഷൻ വാങ്ങാം. അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങാം. ഒരാൾക്ക് 1 2 3 പെൻഷൻ ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയ അത് ഏകീകരിച്ച് ഒറ്റ പെൻഷനാക്കി നിങ്ങളാണ്. അംശാദായം വാങ്ങിയ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കേരളത്തിലെ പാവപ്പെട്ട രൂപയുടെ ക്ഷേമ പെൻഷൻ, ആ ക്ഷേമ പെൻഷൻ നിലനിൽക്കണമോ എങ്കിൽ നിങ്ങൾ പിണറായിസത്തിന് വോട്ട് കുത്തു. ഈ കേരളത്തിനകത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലെ 2000 കോടിയിലധികം രൂപയുടെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ വേണമോ എങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തു. ഈ കേരളത്തിനകത്തെ സമഗ്രമായ ദേശീയപാത ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരണോ എങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തു.
ഒറ്റ വാക്കിൽ കൺക്ലൂഷനാണ്. BJP അംഗത്തോട് അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ വിരുദ്ധ അക്രമമില്ല ക്രിസ്ത്യൻ വിരുദ്ധ അക്രമമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഗ്രഹാം സ്റ്റെയിനെ അറിയോന്നൊന്ന് ചോദിക്കേ. ഗ്രഹാം സ്റ്റെയിനെ പരിചയമുണ്ടോ? ആ BJP ഒറീസയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ ചെന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം എന്താ അറിയോ? ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറഞ്ഞ മിഷണറിയെ ചുട്ടുകൊന്ന ആളെ പുറത്തു വിടുക എന്നുള്ളതാ. എന്നിട്ട് ഇവിടെ ക്രിസ്ത്യൻ സ്നേഹം പറയാ. ഞങ്ങൾ ഉയർത്തിയ ആ രാഷ്ട്രീയം അവർ നടന്നിട്ട് കാലം എത്രയായി? എത്ര കാലമായാലും ഒരു മിഷണറി ചുട്ടുകൊന്ന പ്രതികളെ ആ പ്രതികളെ വിട്ടയച്ച സർക്കാരിന്റെ ആളുകളാണ് നിങ്ങൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ നിങ്ങളുടെ സർക്കാരാണ്. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് നിങ്ങൾ കോൺഗ്രസ്. ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥത്തിന്റെ തെരുവുകളെ ഈ തെരഞ്ഞെടുപ്പിൽ 9 കൊല്ലമായി കേരളത്തിനകത്ത് തുടരുന്ന വികസനത്തിന്റെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ പിണറായിസത്തിന് ഈ മണ്ഡലം വിധിയെഴുതാൻ വേണ്ടി പോവുകയാണ്. അത് വളരെ മനോഹരമായി ഈ മണ്ഡലം നിറവേറ്റുക തന്നെ ചെയ്യും. സഖാവ് എം സ്വരാജിന് അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ ഈ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇനി ഒന്നിനും സമയമില്ല. നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുക തന്നെയാണ്. ഇനി കൂടുതൽ ചർച്ചയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് ബാക്ക് ടു സ്റ്റുഡിയോ.